ഞാൻ കുര്യൻ ജെ മാലൂർ വാച്ചാവറമ്പിൽ കുടുങ്ങുന്ന കുട്ടനാട്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ വ്ളോഗറായ മുകേഷ് എം നായർ. നിങ്ങൾക്കറിയാം, അദ്ദേഹം എൻ്റെ LLB സഹപാഠി കൂടിയാണ്. അപ്പം അദ്ദേഹത്തിനെതിരെ ഇന്ന് ഒരു കേസ് സംബന്ധിച്ച് കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം മുകേഷിനെതിരെ പോക്സോ കേസ് ചുമത്തി എന്നുള്ള വാർത്തയാണ്. ഒരു 15 വയസ്സുള്ള ഒരു മോഡലിനെ പരാതി വെച്ചാണ് കേസ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. ഇത് കോവളം പോലീസ് സ്റ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മുകേഷ് എം നായർ എന്ന് പറയുന്നത് ഏറ്റവും 1000-ഓളം മേൽ ഉദ്ഘാടനം നടത്തി ഏറ്റവും നല്ല ഫോളോവേഴ്സ് കേരളത്തിൽ നല്ല കണ്ടൻറ് ഉണ്ടാക്കുന്ന, ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവർ. ഞാൻ ഈ പഠിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഞങ്ങളിപ്പോൾ ഈ ശരിക്കും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ 3 മാസമേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പേ തന്നെ ഞാൻ ശരിക്കും വീക്ഷിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം കാരണം മറ്റൊരു വ്ളോഗർമാരും ഇങ്ങനെ എത്രമാത്രം നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കാനും അങ്ങനെ വൈറലാക്കാനും കഴിയാത്തതാണ്. അപ്പം സ്വാഭാവികമായിട്ടും എതിരാളികളുണ്ട്. ആ എതിരാളികളാണ് ഇപ്പം അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് ഒത്തിരി തിക്താനുഭവം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ലോ ഒന്ന് പഠിക്കാൻ വേണ്ടി പോയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോലെ ഞാനും ഈ കുട്ടനാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം കാണുന്ന എനിക്ക് എതിരാളികളുണ്ടായി എന്നെ ഇങ്ങനെ വേട്ടയാടിയപ്പോഴാണ് ഞാനും ലോ പഠിക്കാൻ വേണ്ടി പോയത്. അപ്പം സംഗതി നോക്കുമ്പോൾ മുകേഷ് എം നായരുടെയും എൻ്റെയും അവസ്ഥ സെയിം തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു. എൻ്റെ ഇപ്പം കേസും കോടതിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിൽക്കുന്നു. എനിക്ക് അനുകൂല വിധി വന്നു. ഇനിയും കേസ് നടപ്പുണ്ട്. അതും ഇങ്ങനെ നടക്കുന്നു. പിന്നെ നമ്മളെ ഇങ്ങനെ പാർട്ടീഷൻ സൂട്ടുകൊണ്ട് അർഹതപ്പെട്ട സ്വത്ത് തരാതെ മാനസികമായി ഇങ്ങനെ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്നു. അത് ഇങ്ങനെ നിയമത്തിൻ്റെ അങ്ങേറ്റം പോവും. അങ്ങനെ നിൽക്കട്ടെ. അപ്പം എനിക്ക് ഇതിനകത്ത് പറയാൻ നോക്കുന്ന കാര്യം, നിങ്ങൾ ആ ഫോട്ടോ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയപ്പെടുന്ന ഒരു മോഡൽ ഉദ്ഘാടനമാണ് മുകേഷ് എം നായർ. അപ്പം അന്ന് അദ്ദേഹം ഒരു കമ്പനിയാണ്, ഒരു 15 വയസ്സുള്ള ഒരു മോഡലായിട്ട് അപ്പം സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുന്ന ഫാമിലിപ്പെട്ടതാണ് ഈ 15 വയസ്സുകാരി. അപ്പം 18 വയസ്സുള്ള അപ്പം ഇതിനകത്ത് ഒന്നാം പ്രതിയായിട്ട് വരേണ്ടത് ഈ മോഡലിങ്ങിന് 15 വയസ്സ് പ്രായപൂർത്തിയാം, മകൾക്ക് 18 വയസ്സായില്ല എന്നറിയാവുന്നത് ആദ്യം അമ്മയ്ക്കാണ്. അപ്പം ഇതിന് ഒന്നാമത്തെ പ്രതിയായിട്ട് വരേണ്ടത് അമ്മയാണ് വരേണ്ടത്. മനസ്സിലായോ? മോൾക്ക് ഈ 15-ാം വയസ്സിൽ മോഡലാകാൻ താല്പര്യമുണ്ട്. അല്ല, മോഡലാകാൻ താല്പര്യമാകുമ്പോൾ സ്വാഭാവികം അഡ്രസ്സിങ്ങൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇത് നമ്മുടെ പല നിയമങ്ങളും മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഈ നിയമത്തിൻ്റെ പരിധി വെച്ചാണ് ഇതിപ്പം താൽക്കാലികമായി. പക്ഷേ ഇത് മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ കുട്ടി ആഘോഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വീഡിയോയിൽ വരാൻ കാരണം. അപ്പോൾ ഇത് നിലനിൽക്കുന്നില്ല. ഞാൻ ഈ കേസ് മൊത്തം പഠിച്ചുകൊണ്ട് പറയുകയാണ്. അതിൻ്റെ എല്ലാം നോക്കിക്കൊണ്ടും എതിർകക്ഷി കൊടുത്ത കേസും പരാതിയും എല്ലാം വായിച്ചുകൊണ്ട് പറയുന്നതാണ്. ജസ്റ്റ് വെറുതെ ചുമ്മാ തോന്നുന്നു മുകേഷ് എം നായറിനെ ആ ജനപ്രീതി ഒന്ന് കുറയ്ക്കാനും വേറെ ചിലരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഇതാണ് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതുണ്ടായി. എനിക്ക് പറയാനുള്ളത് 100% ഞാൻ മുകേഷ് എം നായർ ഇപ്പം സംസാരിച്ചു. അദ്ദേഹത്തോടൊപ്പം പൂർണ്ണമായി, കാരണം എനിക്ക് ഇതേ അനുഭവം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടുണ്ടാവും. ഈ കള്ള പരാതി കൊടുത്ത ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇപ്പം പുതിയ BNS വഴി പുതിയ നിയമം വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെ ഇതിനെതിരെ കള്ളക്കേസ് കൊടുത്ത് ഇവർക്കെതിരെ കർശന നടപടി, കർശന നിയമം, അത് കർശന കോടതിയിൽ നിന്നുള്ള വിധി വരുന്ന നമ്മുടെ മുകേഷ് എം നായരോടൊപ്പം ഉണ്ടാവും എന്നറിയിക്കുന്നു. ഇനി അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് ഈ മാധ്യമങ്ങളാണ്. ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ എടുത്ത്, പ്രത്യേകിച്ച് എനിക്ക് മലയാള മനോരമ, ഞാൻ വേറെ ഒരു മാധ്യമങ്ങളുടെ പേര് പറയുന്നില്ല. മലയാള മനോരമൻ്റെ എൻ്റെ കുടുംബത്തിൽ ഷെയർ ഹോൾഡർ ഉള്ള ഞാൻ, കാരണം അതിനകത്ത് ആദ്യമകാലത്ത് മനോരമയിൽ എനിക്ക് എൻ്റെ ഷെയറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാള മനോരമയുടെ കുട്ടനാട്ടുകാരിലേക്ക് മലയാള മനോരമയാണുള്ളത്. അപ്പം എനിക്ക് മലയാള മനോരമയുടെ എനിക്ക് പറയാനുള്ളത്, ഈ കോട്ടയത്ത് ഏറ്റുമാനൂരിൽ ഫെബ്രുവരി 28-ാം തീയതി ഷൈനി എന്നുള്ള വീട്ടമ്മ മരിച്ചു. വീട്ടമ്മയും 2 പേരും ആത്മഹത്യ ചെയ്താണ് മരിച്ചത്. നമ്മുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളായിട്ട് ആത്മഹത്യ ചെയ്ത് ആ വാർത്ത വന്നത്. അതിൻ്റെ ജസ്റ്റ് ഒരു ആത്മഹത്യയല്ല, അതിൻ്റെ പിന്നിലുള്ള ആ പ്രധാനപ്പെട്ട കക്ഷി ആരൊക്കെയാണെന്ന് ഇതുവരെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാം. ജസ്റ്റ് അത് ആത്മഹത്യ, അതിൻ്റെ പിന്നിൽ ഞാൻ അത് വിവാദങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് പറ്റുമോ? അത് ശരിക്കും ചർച്ച ചെയ്തത് നമുക്ക് ഈ നിലവിലുള്ള നിയമങ്ങൾ, ഒരു പരാതി കൊടുത്തു, അപ്പോൾ അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അതിന് നല്ല രീതിയിലുള്ള ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് നടത്തിയോ? അത് കഴിഞ്ഞ് പിന്നെ ആകെ അതിനകത്ത് വന്നത് ITV ചാനലും പിന്നെ ഞാൻ പ്രതിനിധാനം ചെയ്ത മാലൂർ ന്യൂസ് കേരളം മാത്രമേ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ പുറത്ത് വന്നുള്ളൂ. ഇതിനകത്ത് കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം, അതാണ് മെയിൻ. ചുമ്മാ ആത്മഹത്യയാണ്, ആത്മഹത്യ കണ്ട് കാര്യമില്ല. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? പുള്ളിക്കാരി പോലീസിൻ്റെ പുറയിലും കോടതി മുഖേനയും പോയി. അപ്പം നിലവിലുള്ള നിയമത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്, പോരായ്മകളുണ്ട്. അതൊക്കെ നമുക്ക് വെളിച്ചത്തുണ്ടെന്ന്, അതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, അതിനകത്തുള്ളൂ ഫെബ്രുവരി 28 ഷൈനിയും 2 പിള്ളേരും മരിച്ചു.
അത് കഴിഞ്ഞ ശേഷം മാർച്ച് 13 തകഴി 35 വയസ്സുള്ള പ്രിയയും കൃഷ്ണപ്രിയ എന്നുള്ള കുട്ടിയും മരിച്ചു. പിന്നെ 16 ഏപ്രിൽ കോട്ടയത്ത് തന്നെ ജിസ്മോൾ എന്നുള്ള ഹൈക്കോടതി വക്കീലും പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ഒരു ലേഡി മരിച്ചു. 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചത്. നേഹയും നോറയും 5 വയസ്സുള്ള ആത്മഹത്യ ചെയ്തു. മനസ്സിലായി. ഈ ഷൈനിയുടെ മരണം സംബന്ധിച്ച് നല്ലൊരു ഡിസ്കഷനും ഇതൊക്കെ വന്നിരുന്നെങ്കിൽ ഈ ആത്മഹത്യ ഒഴിവാക്കാമായിരുന്നു. അത് പോയില്ല. പിന്നെ എനിക്ക് ആദ്യമായി നിങ്ങളുടെ നർമ്മത്തെ പറയാനുള്ളത് ഈ കോവിഡ് വാക്സിൻ്റെ ഇത് കാരണം എത്ര പേര് മരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് നോക്കുമ്പോൾ അറിയാം. 35 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്ക് മരിക്കുന്ന നിരവധി പേരാണുള്ളത്. അപ്പോൾ അതിന് 2 വർഷം മുമ്പ് ഞാൻ പരാതി കൊടുത്താണ്. അത് നിയമസഭ ചോദിപ്പിച്ചതാണ്. പക്ഷേ ആക്ഷൻ വന്നില്ല. കഴിഞ്ഞ തവണ 1 വർഷം മുമ്പ് ആരോഗ്യമന്ത്രിയെ കണ്ടു ഉത്തരവ് മേടിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മരിച്ചിരിക്കുന്നതാണ് തോമസ് ജോർജ്, 32 വയസ്സുള്ള വെള്ളുക്കുന്നൽ പാലയിലുള്ള തോമസ് ജോർജ് മരിച്ചിരിക്കുകയാണ്. പിന്നെ മരിച്ചിരിക്കുന്നത് പുളുങ്ങുന്ന സ്വദേശി 2 ആഴ്ച മുമ്പാണ് മരിച്ചിരിക്കുന്നത് ഷൈജു, 46 വയസ്സ്, തോട്ടുവാത്തല വീട്, പുളുങ്ങുന്ന വിഷുവിളിക്ക് സമയമുള്ളതാണ്. ഞാൻ അവിടെ വീട്ടിൽ പോയി സന്ദർശിച്ചു. എൻ്റെ നാട്ടിലുള്ളതാണ് ഷൈജു, തോട്ടുവാത്തല. എത്ര പേരാണ് മരിച്ചത്. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ പ്രായമുള്ള ഏകദേശം ഒരു 9-10 പേര് മരിച്ചു. ഒരു സുഹൃത്ത് ഷട്ടിൽ കളിക്കുന്ന ഹാർട്ട് അറ്റാക്ക് മരിക്കുന്ന വീഡിയോയും ന്യൂസ് കൂട്ടാണ് പുറത്തുവിട്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് ഞാൻ ഈ സർക്കാർ ഓർഡർ വന്നിട്ട് ഞാൻ ഈ മാധ്യമങ്ങൾ, ആലപ്പുഴ മാധ്യമങ്ങൾക്ക് കൊടുത്തു, തിരുവനന്തപുരത്തുള്ള എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തു, എന്തുകൊണ്ട് നാളിതുവരെ നിങ്ങൾ ഈ ഇതിൻ്റെ മരണം ഇങ്ങനെ 65 വയസ്സിന് 35 വയസ്സ് മരിക്കുന്ന നിങ്ങൾ പുറത്തു വിടുന്നില്ല? അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇതല്ലാതെ ഇപ്പം ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ഈ മുകേഷ് നായരുടെ ഇതില്ലാതെ ഏകപക്ഷീയമായി നിങ്ങളിങ്ങനെ ബോക്സ് എടുത്തു? അതിനകത്ത് യാതൊരു ബോക്സ് കേസ് ഇനിയും 1000 അദ്ദേഹം ഇപ്പം വലിയ രീതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന്